നമ്മളിന്ന് ചെടികളൊക്കെ വെക്കാനുള്ള ഇതിലാണ് കേട്ടോ. നമ്മളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ചെടിയൊക്കെ വെക്കാനും ഇവിടെ തൊടി ക്ലീൻ ചെയ്യാനൊക്കെ ആളിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് അങ്ങോട്ട് വെപ്പിക്കാൻ വെച്ചിട്ടാണ്. എനിക്കല്ലാതെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇല്ലച്ചൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. ഇപ്പം എന്തോ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഒരു ധൈര്യം ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മണ്ണും ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പം ചെടിയൊക്കെ ഓൾമോസ്റ്റ് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ഡ്യൂട്ടി ഉണ്ണിക്കും അവയ്ക്കാണല്ലോ അമ്മേ. ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ, ചെയ്യണമല്ലോ. ഇത്രയല്ലോ ചെടി, ഇനിയുണ്ടോ? ഇത്രയും ചെടികളാണ് കേട്ടോ നമ്മൾ മേടിച്ച്. ഇത്രയും ചെടി ആൻഡ് ഇത്രയും ചെടിച്ചട്ടി. ഇതൊക്കെ എവിടേക്കാ ആക്കുക? ഇതൊക്കെ എവിടേക്കാ വെക്കുക? അത് ഞാൻ പറഞ്ഞില്ല, ആ കുറച്ച് ഗ്യാപ്പിൽ കുറച്ച് വെക്കാൻ പറഞ്ഞിട്ട് വെച്ചില്ല. ഇതില് ചെടികളിൽ ഇതിലൊന്ന് നമ്മുടെ ബാക്കിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ തെച്ചിപ്പൂവൊക്കെ വെച്ചത്. ഈ പേപ്പർ ചെടി വെച്ച് നല്ല രസം ഉണ്ടാവുമായിരുന്നു. വാട്ടവർ ഇത്രയും ഉണ്ട്, പക്ഷെ കാണാൻ തന്നെ ഇപ്പൊ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം അല്ലേ? പിന്നെന്താണ് ഇനി കുറെ ചെടികളും കൂടി ബാക്കില്, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ഷോർട്സിലൊന്നും എടുത്തോ. നമ്മള് പഴയ ചട്ടിയുണ്ട് ഇവിടെ, 2-3 പഴയ ചട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിന് പെയിന്റ് അടിച്ച് കൊടുക്കണം കേട്ടോ. പെയിന്റ് അടിച്ചിട്ട് എല്ലാം ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു യെല്ലോ കളർ പെയിന്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചട്ടികൾ അവിടെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചിട്ട് വെക്കാമെന്ന് വെച്ചാൽ. നമ്മൾ പഴയ ചട്ടികൾ അയച്ചാൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതുപോലെ പെയിന്റ് അടിച്ചിട്ട് സൂപ്പറായിട്ട് വെക്കാം. വേണ്ടോ? അപ്പോൾ ഇന്ന് നമ്മളുടെ അടുക്കള ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ, നല്ല മിസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടി തന്നെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച്, ഇത്രയല്ല കേട്ടോ, അവൾ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പോൾ അവള് ഇതൊക്കെ എല്ലാം കഴുകാനുള്ളതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ രാത്രി എല്ലാം കഴുകി വെക്കാറാണ്. ആ കൊള്ളാം, ഉണ്ണി വാങ്ങിയതാ. ആ അങ്ങോട്ട് നോക്ക്, തിരിഞ്ഞിട്ട്. ഇത്രയും പാത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഉണ്ണിക്ക് എന്താ, ഇത്രയും പാത്രങ്ങൾ കണ്ടപ്പോൾ ഉണ്ണിക്ക് എന്ത് തോന്നി? വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഉണ്ണിക്ക് പാത്രങ്ങൾ ഇത് കഴുകാനുള്ളൊരു എബിലിറ്റി ദൈവം എനിക്ക് തന്നതിൽ ഐ എം ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം. അതല്ല, ഉണ്ണിയൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യും കേട്ടോ. അവൾ അടുക്കളയ്ക്ക് കിടക്കാത്തതാണ്, പക്ഷെ ഞാനൊക്കെ ചെയ്യുന്നതുകൊണ്ട് കിടക്കാത്തതാണ്. പക്ഷെ അവളെല്ലാം ചെയ്യും. വാവക്കുട്ടിയാണെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. അല്ല ഒന്നും ചെയ്യാത്ത കുട്ടികളൊന്നും അല്ല, അവർക്ക് ആവശ്യം വന്ന എല്ലാം ചെയ്യും. ഇല്ല ഉണ്ണി? അതെ അതെ. ഓക്കെ, 2 ദിവസമായിട്ട് നമ്മളുടെ സഹായത്തിന് വരുന്ന ആളില്ല. അതുകൊണ്ട് നമുക്ക് വീട് കൊടുക്കലും ജോലി എല്ലാം കൂടി ആയതുകൊണ്ട് കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതെ പറമ്പില് വാവുകുട്ടി രാത്രി സകല പാത്രങ്ങളും കഴുകി വീട്ടില് തുണി ഇതൊക്കെ ഇന്നിട്ടാ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ആ ബക്കറ്റ് നിറയും. അതെല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും. തുണിയും പാത്രങ്ങളും എത്ര കഴിയാലും തീരില്ല കേട്ടോ. വീണ്ടും അതേപോലെ എന്താ പറയാ, എന്ത് പാത്രമാണ്, അക്ഷയ പാത്രം പോലെ ഇങ്ങനെ വന്നിരിക്കും. ചിലപ്പോ രാത്രി ആയിരിക്കും വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഇട്ട് നമ്മള് ബക്കറ്റിൽ നിന്ന് മോളിക്ക് കൊണ്ടിട്ടിട്ടുണ്ടാവുക. പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേനും അതേപോലെ നടന്നിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഉണ്ണി കഴുക്. ഉണ്ണി അതിൽ വഴിക്ക് എണ്ണ തേച്ച് വെക്കണം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് നമ്മുടെ കുട്ടിയല്ലേ അത്, പക്ഷെ അതിന് തൊട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ച് വെച്ചാൽ മതി. ഇത് ഇരുമ്പിന്റെ അല്ലേ, നമ്മുടെ കുട്ടിയാണെങ്കിൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി എന്നാ. അപ്പൊ ഉണ്ണി അടുക്കള ഫുള്ള് വൃത്തി കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? വേണ്ടോ? അപ്പൊ ഇതെന്തായാലും ഇത് ഫുള്ള് അവള് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. അവളൊരു വൃത്തിയാക്കൽ സ്കിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾക്ക് ഇതിനൊന്ന് പോവാ. ഇതിനെ പോകുമ്പോൾ ചെടിയൊക്കെ ഇനി നമുക്ക് മുറ്റമൊക്കെ ഒന്ന് കഴുകി വിടുകയൊക്കെ വേണം കേട്ടോ. അപ്പം നമ്മളിതാണ്ട് ചെടികളൊക്കെ ഇതാണ് കുറച്ച് പെയിൻ്റ് അടിച്ചിട്ട്, കുറച്ച് ഐറ്റം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. കുറച്ചും കൂടി ചെടികൾ പെയിൻ്റ് അടിക്കേണ്ടത്. ഇതിലൊക്കെ ഞാൻ എല്ലാം അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ,
ഞാനല്ല പെയിൻ്റ് അടിച്ചിട്ട്, എല്ലാം ഞാൻ അടിക്കാറുണ്ട്, പക്ഷെ ഇത് ഞാനല്ല അടിച്ചത്. എനിക്കിങ്ങനെ ഓരോ ജോലികളും ചെയ്ത് അങ്ങനെ വീട് വൃത്തിയാക്കി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഞാൻ അടിച്ച് വരണം എന്താ വെച്ചാൽ കുറച്ച് ഇല വീണിട്ടുണ്ട്. പിന്നെ ഇവിടെ പട്ടികളുടെ ഒരു കൂത്താട്ടെന്ന് വേണമെച്ചാൽ പറയാം കേട്ടോ. എത്ര കാട്ടി വിട്ടാലും വീണ്ടും വീണ്ടും വന്ന് ഇവിടെ ഓരോന്ന് ഒപ്പിച്ചിട്ട് പോവും. പിന്നെ ഞാൻ അവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടതാണ്. കാരണം കുറേ 2 ദിവസം അടിക്കാത്തതിൻ്റെ കുപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോളേജ് വിട്ട് വന്നപ്പോൾ മമ്മീനെ കാണാൻ നോക്കട്ടെ. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കള്ളി എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ വിളിക്കുമ്പോ തന്നെ പറഞ്ഞു പണിയിലാണ്, വേഗം ആളെ ആവശ്യമുണ്ട് എന്നൊക്കെ. വെളിച്ചമല്ല ഇത് ചെടിച്ചട്ടികളൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി കഴുകി വെക്കാണ്. മമ്മിക്ക് ഇങ്ങനെ നല്ല ഇഷ്ടം ചെടിച്ചട്ടിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചെടിയൊക്കെ വെക്കാൻ. അത് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കഴുകിയൊക്കെ നോക്കിയേക്ക് വെക്കാൻ. ബാഗൊന്നും വെക്കാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ അങ്ങനെ മമ്മീനെ നോക്കി വന്നതാണേ. വന്ന വാക്കുട്ടി വന്ന് എന്നെ കണ്ടില്ല വെച്ചാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് മമ്മീനെ എപ്പോഴും കാണണം. എന്നൊക്കെ സ്കൂളിൽ പോയിട്ടിരിക്കണ്ടല്ലോ. പിന്നെ പോവണ്ടേ? ഉണ്ണിനെ പോലെ ഇവിടെ ഇരിക്കണോ? അവള് പോണക്കണ്ട, അവൾ അങ്ങനെ പറയത്തില്ല. ശരി, കഴിക്ക് പോയിട്ട്. അമ്മ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ചെടിച്ചട്ടികളൊക്കെ പഴയതാണ്. അപ്പം ഞാനിവിടെ ഈ ചെടിച്ചട്ടികളൊക്കെ പഴയതാണ്. അപ്പം ഞാൻ ഇതിനൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാച്ചിട്ടാട്ടോ. എന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് കഴുകി വിടണം. ഇതെല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഹോം ടൂർ കാണിച്ചു തരാം കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തിട്ട് മാമ ബിരിയാണി കാണിച്ചിട്ടുണ്ട്. കഴിച്ചോ? ഇന്ന് ജിമ്മിന് വേണ്ട പോയിക്ക് ഇന്നലെ തന്നെയില്ലേ എന്നോട് ഒന്നത് എനിക്ക് വയ്യായിരുന്നു, ഒരു സുഖം ഉണ്ടായിരുന്നില്ല ശരീരത്തിന്. അപ്പൊ എനിക്ക് പോകാനൊന്നും ഇല്ല. അപ്പൊ ഞാൻ വെറുതെ ഇവരോട് ചോദിച്ചപ്പോ ഇവര് രണ്ടാളും വലിയ മമ്മി പോണ്ട ഇവിടെ ഇരിക്കും, നമുക്ക് എനിക്ക് പക്ഷെ ജിമ്മിന് പോയി നമുക്കൊരു ഇതാണ്, ഞാനും വാക്കുട്ടിയും കൂടി ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ബോഡിയെ നമ്മൾ ആക്റ്റീവ് ആക്കി എന്നുള്ളൊരു സന്തോഷമുണ്ട്. പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ പോയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമും കിട്ടും. അപ്പൊ പക്ഷെ പോയില്ലെങ്കിൽ അതൊരു സങ്കടമാണ്. അപ്പൊ പോട്ടെ, എന്തിനാ നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിട്ട് പ്രയത്നിക്കണം. ആ ബക്കറ്റുകളൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതാണ് എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ചൂല് ബക്കറ്റ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ലാസ്റ്റ് കാണിച്ചു ഇവിടെ കേട്ടോ. രണ്ടാളുടെ ജോലിക്ക് ഗൈസ്. അപ്പൊ നമ്മുടെ മമ്മി ചെടിച്ചട്ടിയിലൊക്കെ പെയിന്റ് അടിക്കാട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ റെഡ് കളറായിട്ട് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. യെല്ലോ എന്തിനാ അടിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടോ, പെയിന്റ് അടിക്കണോ? വേണ്ട, മമ്മി അടിച്ചു. കള്ളത്തിയൊന്നല്ല, നേരത്തെ തന്നില്ല എനിക്ക്. ആ ചോദിക്കല്ലേ, മേടിക്കാൻ തന്നു ഞാൻ. ആ എന്നാ അടിച്ചോട്ടെ എൻ്റെ കുട്ടി. ശരി, ബൈ. ഞാൻ ജിമ്മിന് പോവാണ്. ബൈ. ഇത്രയൊക്കെ വലിക്ക മതിയില്ലേ? കേക്കാണ്ടില്ലേ ചെടിച്ചട്ടീസ്. എടുക്കാൻ പറഞ്ഞോ? ഇത് വെള്ളയായിരുന്നു കേട്ടോ. ഞാനിതിന് മഞ്ഞ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ടുണ്ട്. ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു, ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അരി വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നു. മമ്മീനെ ഞാൻ വന്നപ്പോൾ തന്നെ ഒന്ന് പേടിപ്പിച്ചു. ഇങ്ങനെ ടിഷ്യൂ എന്ന് കാണിച്ചപ്പോഴത്തേനും മമ്മി പേടിച്ചു. മമ്മിക്ക് അതിൻ്റെ തലവേദന വന്നു. പിന്നെ വാവുക്കുട്ടി നേരത്തെ കിടന്നു, കിച്ചും കിടന്നു, പിന്നെ വല്യമ്മയുണ്ട്. അപ്പോൾ വെറുതെ ഞാൻ മമ്മിയോട് ചോദിച്ചു, ഇവിടെ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മെയ്ഡ് വരുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിമാർ വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, ചേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വെറുതെ മമ്മിയോട് ചോദിച്ചു, മമ്മി അരി ഉഴുന്ന് അരക്കണ്ടേ ചോദിച്ചു. മമ്മി പറഞ്ഞു, ഓ ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, നല്ല കുട്ടി, ഒന്ന് അരച്ചേക്ക് പൊന്നാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചോദിച്ചും പോയി. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ അരച്ചു വെക്കാതിരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അരച്ചു വെക്കാണ്. അരി ഉഴുന്നൊക്കെ ഓൾറെഡി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. വല്യമ്മ എനിക്ക് കഴുകി തന്നു. അപ്പൊ ചുമ്മാ അരച്ചു വെച്ചാൽ മാത്രം മതി.
വീട്ടിൽ ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ്. കാരണം അരി വീഴുന്ന വെള്ളത്തിട്ട് വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു മമ്മി അരക്കണ്ടേന്ന്. മമ്മി പറഞ്ഞു ഗോഡ് ബ്ലെസ് യു നല്ല കുട്ടി. നമ്മളതിൻ്റെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് എല്ലാവരും അരിയിടുന്ന അരിക്ക് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് വയ്ക്കുക, അരച്ച് വയ്ക്കുക. നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ ഗ്രൈൻഡറിലാണ് അരയ്ക്കുക. പക്ഷെ നമ്മള് മിക്സിയിലാണ് അരയ്ക്കുക. എന്തോ ഒരു കാരണത്താൽ ഞാൻ മാവ് അരച്ചേക്കുന്നത് നല്ല മാവാണ്. അതിനുശേഷം അരി ഉഴുന്ന് അരച്ചേക്കുന്നത് എന്നും ഉണ്ണിയായിരിക്കണത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടല്ല, പക്ഷെ പണ്ട് എപ്പോഴും അത് പണ്ട് വർഷങ്ങൾക്ക് മുൻപ്. ഇവിടെ ഒരു 2 years ഒക്കെ ആയിട്ടാണ് ഞാൻ പറ്റൊന്നും ചെയ്യാതെ. അതിനു മുന്നൊക്കെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 1-2 കമന്റ്സ് ഒക്കെ കാണാണ്ട് മമ്മീനെ ഹെൽപ്പ് ചെയ്യുന്നു, അത് പണിയില്ലെന്നോ അത്ര വലിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അല്ല, 2 years ആയിട്ടുള്ള ഞാൻ ഒന്നും ചെയ്യാതെ ആയിട്ടുള്ളൂ. കാരണം ഇവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അതിന് മുന്നൊക്കെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു കേസ്. ഈവൻ കുക്കിംഗ് അടക്കം ഞാൻ ചെയ്യുമായിരുന്നു. നമുക്ക് അരയ്ക്കാം. സ്വിച്ച് ഇടാൻ മറക്കരുത്. നോക്കാനൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് ഞാൻ അരച്ച് വെക്കാറ്. ചെറിയ തരിതരിണ്ട്, അത് കുഴപ്പമുണ്ടോ? നമുക്ക് ഒഴിച്ചു വെക്കാം. ഈ തരിതരി കുഴപ്പമില്ലല്ലോ. പിന്നെ കൈയൊക്കെ ഞാൻ വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടാണ് കേട്ടോ കയ്യിൽ നിർത്തുന്നത്. ചെറിയ തരിതരി ഉണ്ട്, കുഴപ്പമില്ലല്ലോ. അമ്മ തരിതരി ഇഡ്ഡലി കഴിക്കണം. അടുത്ത മാവ്, പക്ഷെ ഈ മാവിൽ കുറച്ചും കൂടി ഇടായിരുന്നു. ഒരു സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ഫിൽറ്ററിനാണ്. നമുക്കൊരു മൈക്ക് മേടിക്കണം, അത് നെസസറി ആണ്. കാരണം കുറച്ച് പേര് പറയാറുണ്ട് സൗണ്ട് കുറവാണെന്നുള്ളത് പുറത്തൊക്കെ പോകുമ്പോൾ. നമ്മൾ പിന്നെ അതിനൊരു ഇത് കൊടുത്തിട്ടില്ല. സൂൺ നമ്മൾ മേടിക്കാം. ഇവിടെ എന്നെ വന്നിട്ട് ഒരൊറ്റ പേടിപ്പിക്കല് കേട്ടോ. ഞാൻ ശരിക്കും എനിക്ക് അവിടെ എനിക്ക് അങ്ങനെ ഒന്നും പറ്റില്ല. ചെവിയൊക്കെ വേദന. ഞാൻ ഒന്നും ചെയ്തില്ല. മമ്മി ഇവരെല്ലാം കൂടി ഫാമിലി, ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമ്പോ ഫാമിലി ടോക്ക് ആയിരുന്നു. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മമ്മി ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ തോള പോലെ ആക്കി. അത് ഒറ്റ ഞെട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ണി തലവന് വന്നു. അത് അവളെന്നെ പെയിൻ കില്ലർ എടുത്തോണ്ടൊന്ന് കഴിച്ചു. പക്ഷെ ഉണ്ണീനെ ഒരിക്കലും അങ്ങനെയൊന്നും ഇങ്ങനെ കാണിക്കാറില്ല കേട്ടോ. ഞാൻ കിടക്കണിച്ച പോലും അവള് വന്നിട്ട് മെല്ലെ വന്നിട്ടേ വിളിക്കുള്ളൂ. മമ്മി 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 എന്ന് മെല്ലെ വിളിക്കുള്ളൂ കേട്ടോ. പക്ഷെ കുട്ടിക്ക് എന്ത് പൊട്ടബുദ്ധി തോന്നിയെന്ന് എനിക്കറിയില്ല. ഞാന് ഇപ്പോഴും ഇങ്ങനെ മമ്മി നോക്കരുത്. ഇപ്പുറത്ത് ഞാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മമ്മി. ഞാന് വാദം തുറന്നിട്ടിരിക്കുവാണേ. രാത്രിയല്ലേ. എന്നിട്ട് ഞാന് പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ കുറെ ചീത്താർന്നു കേട്ടോ. കാരണം നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന്. പൊതുവെ തലവേദനയൊക്കെ ഉള്ളവർക്ക് ദേഷ്യം വരും. പിന്നെ ഇങ്ങനത്തെയും കൂടെ ഉള്ളവർ നോക്കണോ? വാവേനെ കൊണ്ട് എനിക്ക് വലിയ ശല്യമൊന്നുമില്ല. അതൊരു പാവം. അതെ. ഒരു കാര്യങ്ങളൊക്കെ പിന്നെ 1-2 കമന്റുകൾ കണ്ടു ഞാൻ. പാവം ഉണ്ണിയാണ് എല്ലാ ജോലിയും ചെയ്യണത്, ബാങ്കിലേക്ക് പോണത്. അങ്ങനെ വാവയ്ക്കും കൂടി അത് അരിയൊന്നായിരിക്കില്ല, എനിക്കിടണ്ട. വാവയ്ക്കൊന്ന് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടേ. എന്തായാലും ഒരാൾ പോകണ്ടല്ലോ. പിന്നെ ഇത് മാസത്തിൽ 1 വട്ടം 2 വട്ടമൊക്കെയാണ് നമുക്ക് ബാങ്കിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ വീട്ടിലത്തെ മൂത്ത കുട്ടി എന്ന നിലയിൽ ഉണ്ണി തന്നെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഇതാവുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങള് എറണാകുളത്ത് ഉണ്ണിയുടെ കോഴ്സിന് വേണ്ടി പോയ സമയത്ത് 22 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മളെ KSFയുടെ അടവ് വന്നിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എല്ലാം വാവക്കുട്ടിയെ ചെയ്തത്. ഞാൻ അവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വാവക്കുട്ടിക്ക് ഒരു കാര്യം വന്ന് ചെയ്യാൻ അറിയാം. ഞങ്ങൾ രണ്ടാളും അവളൊന്നും ചെയ്യിക്കാഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുള്ളപ്പോൾ എൻ്റെ കുട്ടി കഷ്ടപ്പെടണ്ട എന്ന് വെച്ചിട്ടാണ്. അല്ലാതെ ഉണ്ണീനെ മാത്രം ബുദ്ധിമുട്ടിച്ചിട്ട്. ഇപ്പോൾ ബാങ്കിലേക്ക് പോണത് ഇപ്പം അത്ര വലിയൊരു ജോലിയൊന്നും അല്ലല്ലോ. അതിപ്പോൾ നമ്മുടെ സുട്ടപ്പനിലാണെങ്കിൽ അങ്ങനെ ഇല്ല, നമ്മൾ ഓട്ടോ ഓടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അതാണ് കേട്ടോ. അല്ലാതെ ഉണ്ണീനെ ബുദ്ധിമുട്ടിക്കല്ലോ. ഉണ്ണിക്ക് അതൊന്നൊരു 10 സെക്കൻഡ്
ഉണ്ണിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടേ ഇല്ല. ഉണ്ണി കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അത് നമ്മളുടെ കുടുംബമാണ്, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ എന്തും ചെയ്യുക, അല്ലേ ഉണ്ണിമ്മ? അതാണ് കേട്ടോ. ഉണ്ണി അരച്ച് വെള്ളം പോട്ടെ, ഇന്ന് വൈകിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിയുടെ മാവരിക്കൽ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഫുള്ള് ചെടി വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിന് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തിൻ്റെ പണിയൊക്കെ കഴിച്ചതും നമ്മളിവിടെ ഒരു കുട്ടി അടുക്കളയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ ഹോം ടൂർ ഇടാമെന്ന്. നമുക്ക് അതൊന്നും ഇടാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പം ഞാൻ ചെടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് കാണിച്ചു തരാം കേട്ടോ. അടുത്തൊരു വ്ളോഗ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് കാണിക്കുന്നതാണ്. ലുണ്ണി ഓക്കെ. ഉപ്പിട് പൊന്നാ കുറച്ച്, മമ്മി ഇട്ടേരാ നിൽക്ക്, അങ്ങനെ നിൽക്ക്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി അടിയിലിങ്ങനെ ഇളക്ക്. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഡലി ദോശ എന്ത് വേണിച്ചാൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇഡലിയും ഉഴുന്നും മാത്രമാണ് ഇടുക, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് മാവരിക്കത്. നല്ല ഇതുള്ള സുജാത മിക്സിയാണ് കേട്ടോ. അരി ഉഴുന്നൊക്കെ അരയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എനിക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നത് വലിയ ഇഷ്ടമില്ല, കാരണം അത് നമുക്ക് കുറച്ച് മാവേ വേണ്ടൂ. അതിന് വേണ്ടി ഇത് എല്ലായിടത്തും പെനച്ച് അതെനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് കുറച്ചായിട്ട് ഇങ്ങനെയാണ് അരയ്ക്കുക. ഇത് 2 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒത്തിരി നാൾ വയ്ക്കൂല. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇല്ല, ഇത് ഉപ്പിട്ടുണ്ടല്ലോ. ആ എനിക്ക് വേണ്ട, ഉണ്ണി കാണിച്ച തേച്ചോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ് അല്ലേ ഉണ്ണി? ഓക്കെ, ബൈ ബൈ. അതെ, നമ്മളുടെ വീഡിയോ വരുന്നുണ്ട്, മറ്റേ ഹോം ടൂറിൻ്റെ വീഡിയോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മളിവിടെ എന്തൊക്കെ മാറ്റി, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഹോം ടൂർ വീഡിയോ. അപ്പോൾ എന്തായാലും വേഗം ഇടാം കേട്ടോ. ബൈ.